പച്ചില ചാർത്തു നീട്ടുന്ന പച്ചപ്പന്തുകൾ, ആകാശവള്ളിയിൽ നിന്ന് താഴേക്ക് ഞാന്നുകിടക്കുന്ന ഹരിതഗോളങ്ങൾ. ഇത് പഴങ്ങളിലെ വേറിട്ട കാഴ്ച. പഴങ്ങളിലെ പാഷനായും പാഷനിലെ ഫാഷനായും അറിയപ്പെടുന്ന ഫലവൃക്ഷമാണിത്, പാഷൻ ഫ്രൂട്ട്. പഴങ്ങൾ വിളയുമ്പോൾ മേലാകെ കുന്നിമണിച്ചെപ്പ് കുടഞ്ഞിട്ട പോലെ പിങ്ക് നിറത്തിൽ വർണ്ണരാജികൾ പടരും. ഇന്ന് നഗരത്തിലെ വീടുകളിൽ ഇത്തരയിലെ വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്താണ് ഈ വീട്. ഇന്ത്യൻ റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായ ലൂക്ക് ആണ് ഇവിടുത്തെ ഗൃഹനാഥൻ. തൊടിയിൽ കുളിർ തണ്ണീർ നിറയുന്ന കിണർ, മഴവെള്ളം മണ്ണിലിറക്കാനുള്ള സജ്ജീകരണങ്ങൾ, നല്ല ആശയങ്ങളെ സ്വീകരിക്കാൻ മനസ്സുവെക്കുന്ന കുടുംബം. എൻ്റെ ഒരു മനസ്സിയാസ്തി എന്ന് പറയുന്നത്, നമ്മുടെ പുരയിടത്തിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പുറത്തോട്ട് പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം എനിക്കത് താല്പര്യമില്ല. കാരണം ഈ വെള്ളം മുഴുവനായിട്ട് എൻ്റെ പുരയിടത്തിൽ തന്നെ ഡ്രെയിൻ ഔട്ട്. വെള്ളം സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെയും എൻ്റെ പുരയിടത്തിൽ തന്നെ ഡ്രെയിൻ ഔട്ടായി പോകണം. അത് ഇതിങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രയോജനം എന്ന് വെച്ചാൽ, നമുക്ക് കിണറുണ്ടെങ്കിൽ അത് കിണറിന് വളരെ പ്രയോജനം ചെയ്യും. ഭൂമിയിലെ അടിയിലെ ഭൂഗർഭ ജലനിരപ്പ് അല്ല വാട്ടർ ടേബിളിൻ്റെ ലെവൽ ഉയരും, ഭൂമിയുടെ ചൂട് കുറയും. മരത്തിനൊക്കെ ആണെങ്കിൽ വെള്ളം അബ്സോർവ് ചെയ്യണമെങ്കിൽ കുറച്ചധികം ഡെപ്തി പോകാതെ തന്നെ വെള്ളം വലിച്ചെടുക്കാൻ സാധിക്കും. പൊതുവേ നമ്മുടെ ഇപ്പോൾ എല്ലാവരും ആ ഒരു ക്രമീകരണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ തന്നെ നമ്മുടെ ചൂടിൻ്റെ അവസ്ഥ തന്നെ ഒരു വ്യത്യാസമുണ്ടാകും. പിന്നെ വെള്ളം ഒരു തുള്ളി ഒഴുക്കി കളയരുത്, കടലിലോ കായലിലോ തള്ളരുത് എന്നൊരു താല്പര്യമാണ് എൻ്റെ എപ്പോഴും മനസ്സിലുള്ള ആഗ്രഹം. അത് വെള്ളം ടാപ്പിലെ വെള്ളം പോലും വേസ്റ്റ് ചെയ്യരുതെന്നുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഭക്ഷ്യസുരക്ഷ എന്ന കൃഷി വകുപ്പിന്റെ ആശയത്തിൽ ആകൃഷ്ടനായാണ് ലൂക്ക് ടെറസിൽ പച്ചക്കറി നടാൻ ആരംഭിച്ചത്. ചകിരിച്ചോറ്, മണ്ണ്, കമ്പോസ്റ്റ് എന്നിവയ്ക്കൊപ്പം സ്യൂഡമോണാസ് പൊടി കൂടി ചേർത്ത് തയ്യാറാക്കിയ നടീൽ മിശ്രിതം. പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ അടിയിൽ തൊണ്ടടുക്കും. അതിനുമീതെ തയ്യാറാക്കിയ നടീൽ മിശ്രിതം നിറയ്ക്കും. തുടർന്ന് തൈകൾ നട്ട് കൃഷി ആരംഭിക്കും. ഓരോ ചെടിച്ചുവട്ടിലും ഉറപ്പിക്കുന്ന പൈപ്പുകൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന തുള്ളി നന നടത്തുന്നു. ജലസേചനം അനായാസം നടക്കും. ഇപ്പോൾ ലൂക്കിന്റെ കൃഷി കൂടുതലും ഗ്രോ ബാഗിലാണ്. മുൻപൊക്കെ ഗ്രോ ബാഗുകൾ ടെറസിനു മീതെ അടുക്കി വെച്ചായിരുന്നു കൃഷി. കൃഷി വിപുലമായപ്പോൾ ചെടികളുടെ പരിചരണം നിന്നുകൊണ്ട് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇദ്ദേഹം ഒരുക്കി. 1.5 ഇഞ്ച് കനമുള്ള GI പൈപ്പ് പാരപ്പറ്റിനു ചേർത്ത് പിടിപ്പിച്ചു. അതിനുമീതെ ഓടു നിരത്തിയ ഓടിനു മുകളിൽ ഗ്രോ ബാഗുകൾ വെച്ചു. ഇതുകൊണ്ട് ഗുണങ്ങൾ പലതുണ്ട്. കൃഷിപ്പണികൾ ചെയ്യുമ്പോൾ എപ്പോഴും കുനിഞ്ഞു നിൽക്കുന്നതുകൊണ്ടുള്ള നടുവേദനയില്ല. മറ്റൊന്ന്, ടെറസിൽ വെള്ളം കെട്ടി നിൽക്കില്ല. ഓടിനു മീതെ കിനിഞ്ഞിറങ്ങുന്ന ഗ്രോ ബാഗിലെ വെള്ളം പാതി മുറിച്ച ഒരു PVC പൈപ്പിൽ വീഴുന്നു. ഇവിടെ നിന്നും നേരെ മണ്ണിലേക്ക്. ലൂക്കിനൊപ്പം ഭാര്യയും കൃഷിയിൽ തൽപരയാണ്. കുടുംബത്തിന്റെ ഒത്തൊരുമ കൃഷിയിലും പ്രതിഫലിച്ചപ്പോൾ ടെറസിലെ കൃഷി പൂത്തു തളിർത്ത് പരിലസിച്ചു. പൊതുവേ കടയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ മലക്കറിയൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ അവൈലബിളാണ്, എവിടെ പോയാലും കിട്ടും. അത് നമുക്ക് കുറച്ച് എളുപ്പമുണ്ട്, സംഗതികൾ എളുപ്പമുണ്ട്. പിന്നെ എനിക്കതിൽ വലിയ താല്പര്യം തോന്നാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ കൃഷിയിൽ എനിക്ക് താല്പര്യമുണ്ട് എങ്കിൽ തന്നെയും ഈ കാലത്തുള്ള നമ്മുടെ ഭക്ഷ്യസുരക്ഷയിൽ വരുന്ന പല കാര്യങ്ങളും നമുക്ക് ആ ഒരു സുരക്ഷിത അവസ്ഥ തരുന്നതല്ല. പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ധാരാളം വെജിറ്റബിൾസ് മായം കലർന്നത് നമുക്ക് ഡെയിലി കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഇപ്പോൾ അല്പമേ ഉള്ളെങ്കിലും അത് ശരിയാക്കി എടുത്തിട്ട് വീട്ടിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പ്രയോജനപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി. മാത്രമല്ല ഇപ്പം നമ്മൾ കേൾക്കുന്ന ഈ വിഷമമായ പച്ചക്കറികളിലെ
ദൂഷ്യഫലങ്ങളും ദൂഷ്യവശങ്ങളും മനസ്സിലായി. പിന്നെ ഇതിന് സപ്പോർട്ടായി കൃഷിഭവനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ സപ്പോർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വന്നപ്പോൾ അല്പം മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചതുകൊണ്ട് ഞാൻ ഈ ടെറസ് പച്ചക്കറിയിലേക്ക് ഞാൻ തിരിഞ്ഞത്. വീട്ടിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് കൂടി സ്ഥാപിച്ചപ്പോൾ കൃഷി ഒന്നുകൂടി ഉഷാറായി. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പുറത്തു വരുന്ന സ്ലറി കൃഷിയിടത്തിലേക്കുള്ള ഒന്നാം തരം വളമായി. പച്ചക്കറികൾക്കാകുമ്പോൾ സ്ലറിയിൽ ഒന്ന് വെള്ളം ചേർത്ത് നേർപ്പിച്ചൊഴിക്കണമെന്നേ ഉള്ളൂ. ജൈവ കൃഷിക്കുള്ള മേൽത്തരം ജൈവവളം. ഞാൻ ടെറസ് കൃഷി തുടങ്ങിയിട്ടൊരു 4-5 വർഷത്തോളമായി. അപ്പോൾ എനിക്ക് ശരിയും പറഞ്ഞാൽ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഉരുളൻകിഴങ്ങ്, സവാള ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക ഐറ്റംസ് ഒഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും. അപ്പോൾ ഓരോ സമയത്തിനനുസരിച്ച് ഇത് കൃഷി ചെയ്യും. അത് അന്നേരം ഉള്ളത് നമ്മൾ വിളവെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം പുറത്തുനിന്ന് നോർമലി ഞാൻ പുറത്തുനിന്ന് പച്ചക്കറി മേടിക്കാറില്ല. ഈ പറഞ്ഞ 1-2 ഐറ്റം ഒഴികെ ബാക്കിയെല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് ഉള്ളത് വെച്ച് നമ്മളിത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് മഴക്കാലം മാത്രമാണ് 1-2 പ്രാവശ്യം പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നത്. അതുവരെ പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. പാഷൻ ഫ്രൂട്ട് ലൂക്കിന്റെ വീട്ടിലെത്തുന്നത് 1.5 വർഷം മുൻപാണ്. ഒരു സുഹൃത്ത് നൽകിയ തൈ ബ്രസീലിയൻ ഇനമാണ്. വീടിന്റെ അരികിൽ തൈ നട്ട് വളർന്നത് വേഗത്തിൽ, ടെറസിലേക്ക് കയറിയത് അതിലേറെ വേഗത്തിൽ. കായ്ക്കാൻ തുടങ്ങിയപ്പോൾ GI പൈപ്പ് കൊണ്ടൊരു പന്തലൊരുക്കി നൽകി. പന്തലിട്ട് സ്വീകരണം നൽകിയപ്പോൾ പാഷൻ ഫ്രൂട്ട് പിന്നെ ഒട്ടും കുറച്ചില്ല. മേനിയാകെ പൂത്തുലഞ്ഞു, പൂക്കൾ ഹരിതഗോളങ്ങളായി പരിണമിച്ചു. വിളയുന്ന മുറയ്ക്ക് പച്ചപ്പ് മാറി മേനിയാകെ പിങ്ക് നിറത്തിന്റെ വർണ്ണകാന്തി പരന്നു. പാഷൻ ഫ്രൂട്ടിനോട് എനിക്ക് താല്പര്യം ഉണ്ടാകാൻ കാരണം, ഒന്ന്, ഓരോ ഫ്രൂട്ട്സിനകത്തും ഓരോ രീതിയിലുള്ള വൈറ്റമിൻസ് ഉണ്ട്. അത് ഓരോന്നിലും പരിമിതമായ രീതിയിലുള്ളതാണ്. എന്നാൽ ഈ പാഷൻ ഫ്രൂട്ടിനകത്ത് ഒരുപാട് സൈസ് വൈറ്റമിൻസും ഒരുപാട് ഗുണങ്ങളുള്ളതെന്നായിട്ട് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് വളർത്താൻ ആഗ്രഹിച്ചത്. അതുമാത്രമല്ല, ഇത് വളർത്താനായിട്ട് അധികം ബുദ്ധിമുട്ടിൻ്റെ കാര്യവുമില്ല. സാധാരണ സ്ഥലങ്ങളിൽ പക്ഷേ അധികം വളമോ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്രോ ചെയ്ത് വരും. ഞാനിവിടെ പാഷൻ ഫ്രൂട്ട് വളർത്താനുള്ള മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതായത് എനിക്ക് വീട്ടിൽ 3 ബെഡ്റൂംസാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ റൂഫിന് ഒരു തണൽ കിട്ടാൻ, ഈ റൂംസിന് തണൽ കിട്ടാൻ വേണ്ടിയുടെ ഒരു പ്ലാനിങ് ഞാൻ ചെയ്തു. അതനുസരിച്ച് ഞാൻ ഓരോ റൂംസിൻ്റെ പുറത്ത് ഒരു ചെറിയ സ്ട്രക്ചർ കൊടുത്തിട്ട് ഈ ചെടികൾ അതിന് മുകളിൽ പടത്തി വിട്ടു. അതിൽ ഒരു ബെഡ്റൂമിൻ്റെ മുകളിൽ ഞാൻ വിട്ടേക്കുന്നത് പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഏതാണ്ട് 10-200 സ്ക്വയർ ഫീറ്റോളം ഇത് പടർന്ന് കിടത്തുണ്ട്, നന്നായിട്ട് പടർന്ന് കയറിയിട്ടുണ്ട്. ഈ താഴെ എനിക്കൊരു 1.5 വർഷം മുമ്പാണ് ഞാൻ ഈ തൈ വെക്കുന്നത്. അതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ തൈയാണ്. അപ്പോൾ അത് മുകളിൽ വരെ നന്നായിട്ട് ഞാൻ കയറ്റിക്കൊണ്ട് വന്നതിന് ശേഷം ഞാൻ ടെറസിന് മുകളിൽ ആ പന്തലിലേക്ക് പടർത്തി വിട്ടു. അപ്പോൾ അത് നന്നായിട്ട് പടർന്നു. ഇപ്പോൾ ഇന്ന് നല്ലൊരു പന്തൽ പോലെ കിടക്കുന്നുണ്ട്. ആ റൂമിന് ശരിക്കും പറഞ്ഞാൽ തണൽ, ചൂട് സമയത്ത് അതിനകത്തിരിക്കാൻ നല്ല പ്രത്യേക ഒരു കുളിർമയാണ്. അപ്പം തണൽ തന്നെ കീഴിൽ ഇരിക്കാനും ഒരു കുളിർമയുണ്ട്. ഇത്തവണ ഇത് 2ാം സീസണാണ്. സീസൺ 2വിലും പാഷൻ ഫ്രൂട്ട് വൻ വിജയം. വിളഞ്ഞ പഴങ്ങൾ ഇറുത്തെടുത്താൽ ജ്യൂസ് ഉണ്ടാക്കാൻ കെങ്കേമം. നല്ല മധുരമുള്ള പഴസത്താണ്. പഞ്ചസാര പോലും ചേർക്കേണ്ടതില്ല. പുതിനയില കൂട്ടി ജ്യൂസ് രുചിച്ചാൽ നല്ല പോഷക ഗുണമുള്ള ദാഹശമനിയായി. പാഷൻ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വൈറ്റമിൻസ് എയും സിയിലും നന്നായിട്ട് റിച്ചാണ് ഈ പാഷൻ ഫ്രൂട്ട്. മാത്രമല്ല ഇതിനകത്ത് അയൺ കണ്ടന്റ് കൂടുതലും ഫൈബർ കൂടുതലുമാണ്. അപ്പോൾ ഇത് ശരീരത്തിന് തന്നെ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നതിനും പ്രയോജനകരമായ സംഗതിയാണ്. മാത്രമല്ല ഇതിൻ്റെ ഇല വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്യാമെന്നാണ് കേട്ടിട്ടുള്ളത്. അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്യാം. ഷുഗർ, പിന്നെ രക്തത്തിലുള്ള ബാഡ് കൊളസ്ട്രോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ആസ്മ കൺട്രോൾ ചെയ്യാൻ സാധിക്കും.
പിന്നെ ഗർഭിണികൾക്കും ശിശുക്കൾക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ കേട്ടിട്ടുള്ളത്, ഇതിൻ്റെ ഈ നന്നായിട്ട് പഴുത്തതിൻ്റെ തോട് ഉണക്കി പൊടിച്ച് അതിൻ്റെ ഒരല്പം എടുത്തിട്ട് പാലിൽ കലക്കിൽ കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും ഡൈജസ്റ്റീവ് സിസ്റ്റം, അത് നമ്മുടെ അകത്തുള്ള നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വളരെ പ്രയോജനം ചെയ്യും. കോൺസ്റ്റിപ്പേഷനൊക്കെ നന്നായിട്ട് മാറി കിട്ടുകയും ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും ആ രീതിയിലുള്ള പ്രയോജനം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. അതുപോലെ ഓരോ കൃഷിയിടവും വ്യത്യസ്തമാണ്. എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ പുതുമയുണ്ടാവും, കാണാനും നമുക്ക് മാതൃകയാക്കാനും. ലൂക്കിന്റെ വീട്ടുകൃഷിയിലും ഇത്തരത്തിൽ കൊച്ചു കൊച്ചു പുതുമകൾ പ്രേക്ഷകർക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് കൃഷിദീപത്തിന്റെ പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടാം. ഫിന്നി ലൂക്ക്, വികാസ് നഗർ, നെട്ടയം, തിരുവനന്തപുരം. ഫോൺ 9037131661.